നമസ്കാരം. ജാതക കഥകളിലെ 47ാമത്തെ കഥ കുട്ടിക്കുരങ്ങനും തന്നാലായത്. കാട്ടിനടുത്തുള്ള ഒരു ഗ്രാമം. അവിടെ ഒരു വലിയ അത്തിമരമുണ്ട്. നാട്ടുകാർ നട്ടു വളർത്തിയതാണ്. പക്ഷേ അത്തി കായ്ക്കുന്ന കാലമാകുമ്പോൾ കാട്ടിൽ നിന്ന് കുരങ്ങന്മാർ കൂട്ടമായി വരും. അത്തിമരത്തിലും ചുറ്റുപാടും പിന്നെ കുരങ്ങന്മാരുടെ ഭരണമാണ്. ശല്യം സഹിക്കാനാവാതെ നാട്ടുകാർ വീടൊഴിഞ്ഞു പോകും. അതാണ് പതിവ്. ഒരിക്കൽ അത്തിമരം കായ്ച്ചപ്പോൾ കുരങ്ങന്മാരെ തുരത്താൻ തന്നെ നാട്ടുകാർ തീരുമാനിച്ചു. അവർ മരത്തിനു ചുറ്റും വേലി കെട്ടി. കുറേ പേർ കാവലിൽ നിന്നു. കാട്ടിൽ നിന്ന് അത്തിപ്പഴം തിന്നാൻ കുറച്ച് കുരങ്ങന്മാർ വന്നു. അപ്പോൾ നാട്ടുകാർ അത്തിമരത്തിന് കാവൽ നിൽക്കുന്നതാണ് കണ്ടത്. കുരങ്ങന്മാർ മെല്ലെ പിൻവാങ്ങി. അവർ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള കുറ്റിക്കാട്ടിൽ കൂടിയിരുന്ന് ആലോചന തുടങ്ങി. അപകടത്തിൽ ചെന്ന് ചാടണ്ട, പ്രായമായ കുരങ്ങന്മാർ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ചെറുപ്പക്കാരായ കുരങ്ങന്മാർ അത് വകവെച്ചില്ല. അവർ രാത്രിയിൽ അത്തിമരത്തിൽ കയറി പഴം പറിക്കാൻ തന്നെ തീരുമാനിച്ചു. നേരം പാതിരയായി. കുരങ്ങന്മാർ ഇനി വരികയില്ലെന്ന് കരുതി കാവൽക്കാർ ഉറങ്ങാൻ പോയി. ആ തക്കം നോക്കി കുറേ കുരങ്ങന്മാർ വേലി ചാടിക്കടന്ന് മരത്തിൽ കയറിപ്പറ്റി. എന്ത് സംഭവിക്കും എന്നറിയാനായി കുരങ്ങന്മാരിൽ ചിലർ കുറ്റിക്കാട്ടിൽ കാത്തിരുന്നു. കൂട്ടത്തിൽ ഒരു കുട്ടിക്കുരങ്ങനുമുണ്ട്. സേനകൻ എന്നാണ് അവൻ്റെ പേര്. ബോധിസത്വൻ്റെ അവതാരമാണവൻ. അത്തിമരത്തിൽ കയറിയ കുരങ്ങന്മാർ വയറ് നിറയെ പഴം പറിച്ചു തിന്നു. വയറ് നിറഞ്ഞപ്പോൾ അറിയാതെ തന്നെ ബഹളം വെച്ചു തുടങ്ങി. കുരങ്ങന്മാരുടെ ജന്മസ്വഭാവം അതാണല്ലോ. ശബ്ദം കേട്ട് കാവൽക്കാരിൽ ഒരാൾ ഉണർന്നു. അയാൾ ഉച്ചത്തിൽ വിളിച്ചുകൂവി. നാട്ടുകാരെല്ലാം ഉണർന്ന് ഓടി വന്നു. ആളുകൾ വരുന്നത് കണ്ട് കുരങ്ങന്മാർ മരത്തിൻ്റെ ഇലച്ചില്ലകൾക്കിടയിൽ പതുങ്ങിയിരുന്നു. അപ്പോൾ ഗ്രാമത്തലവൻ പറഞ്ഞു, ഇവറ്റ എന്തായാലും നേരം വെളുക്കുന്നതിന് മുമ്പേ താഴെ ഇറങ്ങും. കാട്ടിലേക്ക് കടക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. അതുവരെ കാത്തിരിക്കാം. അവർ വടിയും കല്ലുമായി കാത്തിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് കുറ്റിക്കാട്ടിൽ കാത്തിരുന്ന കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സേനകൻ ഒറ്റയ്ക്ക് ഗ്രാമത്തിലേക്ക് കടന്നു. പാത്തും പതുങ്ങിയും അവൻ ഒരു വീടിനടുത്തെത്തി. അവിടെ ഉമ്മറത്ത് ഒരു വിളക്കിരുന്നെരിയുന്നു. അവൻ ആ വിളക്കെടുത്ത് വീടിന് തീ കൊടുത്തു. ഗ്രാമത്തിൽ നിന്ന് തീജ്വാലകൾ ഉയരുന്നത് കണ്ട് കുരങ്ങന്മാരെ പിടിക്കാൻ കാത്തിരുന്നവരെല്ലാം അങ്ങോട്ടോടി. അവർ തീ കെടുത്താൻ തുടങ്ങി. ആ തക്കത്തിന് അത്തിമരത്തിൽ പതുങ്ങിയിരുന്ന കുരങ്ങന്മാർ രക്ഷപ്പെട്ടു. അവർ കാട്ടിലെത്തിയപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ സേനകൻ അവിടെയുണ്ട്. അവസരത്തിനൊത്ത് ഉയരുന്നതാണ് വിജയം. നന്ദി.